ഹുബ്ബി ആലി ബൈത്തി നബിയിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ്. ആ കുടുംബം പരിചയപ്പെടുത്തണം. ആരൊക്കെയാണ് മോനെ മക്കളെന്നറിയുമോ? ആരൊക്കെയാണ് അവിടുത്തെ പേരക്കുട്ടികളെന്നറിയുമോ? അവസാനം അവിടുന്ന് വഫാത്തായ മകൾ ഏതാണെന്നറിയുമോ? ഈ മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ആ കുടുംബ താവഴയിലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സന്താന സൗഭാഗ്യങ്ങളുള്ളത്. സയ്യിദന്മാര് സാദാത്തുക്കൾ മുഴുവനും അവിടുത്തെ മക്കളാണല്ലോ. ആ പരമ്പര അവസാനിച്ചിട്ടില്ലല്ലോ. ഇനിയും ധാരാളം മഹൽ പുരുഷന്മാരതിൽ വരാനുണ്ട്. അതിൻ്റെ അവസാനത്തെ കണ്ണിയിൽ വരുന്ന, ലോകത്ത് തുല്യതയില്ലാത്ത ഭരണം നടത്തുന്ന ഏറ്റവും നല്ല ഭരണം, അതിനുശേഷം അത്ര സുഖൈശ്വര്യപൂർണമായ ജീവിതമില്ലെന്ന് ഹദീത്തിൽ പല പ്രാവശ്യം പറഞ്ഞ മഹാനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അവിടുത്തെ പേരക്കുട്ടിയാണ്. മസ്ജിദുൽ അഖ്സയിലെ ഇമാമല്ലേ, ബൈത്തുൽ മഖ്ദിസിലെ ഇമാമല്ലേ? അവിടെ ഇമാമ് നിൽക്കുന്ന സമയത്തല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ്. എന്നിട്ടും ഈസാ നബി അലൈഹിസ്സലാം മഹ്ദി ഇമാമിനെയല്ലേ ഇമാമത്തിന് മുന്തിക്കുന്നത്. അതും ഒരു തങ്ങളുട്ടിയാണ്. ഈ അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബും കുട്ടികളുടെ കുരുന്നുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. തങ്ങന്മാരോടുള്ള ഹുബ്ബ്, അത് ആരുടെ ഹുബ്ബിന്റെ പേരിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിന്റെ പേരിലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആ അർത്ഥത്തിൽ പരിഗണിച്ചുകൊണ്ട് വല്ലാത്തൊരു ഹുബ്ബ് വേണം. ചെറിയ കുട്ടികളാണെങ്കിലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ സ്വഹാബത്ത് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ചെറിയ മക്കളെ വിളിച്ചിട്ട് പറയും, മോനെ ആ വരുന്നതാരാന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തോട് കൂടുതൽ സാദൃശ്യത തോന്നുന്നില്ലേ? ഹസൻ റളിയല്ലാഹു അൻഹുവാണ് ആ വരുന്നത്. പിന്നാലെ വരുന്നത് കണ്ടോ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവാൻ. ചില്ലറ മാസങ്ങൾക്കുള്ള മാറ്റത്തിലല്ലേ രണ്ടുപേരും ജനിച്ചത്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും സ്വഹാബത്ത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ചെറിയ കുട്ടികളുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ഹബീബിനെ ഓർമ്മ വരുന്നു. അതുകൊണ്ടാണ് ഉർഖുബൂ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലി ബൈതിഹി, നബിതങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫീ അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തെ പരിചരിക്കുന്നതിലൂടെ, കുടുംബത്തെ ഹുബ്ബ് വെക്കുന്നതിലൂടെ, ആ കുടുംബത്തിന് ഖിദ്മത്ത് ചെയ്യുന്നതിലൂടെ, അവരെ നേതൃസ്ഥാനത്ത് അലങ്കരിക്കുന്നതിലൂടെ, അവരിലേക്ക് നേതൃസ്ഥാനം വിട്ടുകൊടുക്കുന്നതിലൂടെ, ആ കുടുംബത്തിന് വലിയ ബഹുമാനം നൽകലിലൂടെ. കാരണം അവർക്ക് കിട്ടിയ ബഹുമാനം ലോകത്ത് മറ്റൊരു കുടുംബത്തിനുമില്ല. ഏത് തറവാട് അവസാനിച്ചു പോകുമല്ലോ ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിൽ എല്ലാ തറവാട് ബന്ധവും പോകും, എല്ലാ കുടുംബ ബന്ധവും പോകും. ഇല്ലാ ഹസബി വനസബി, നബിതങ്ങൾ പറഞ്ഞു എൻ്റെ തറവാട് അവിടെ അറ്റുപോകൂല, എൻ്റെ കുടുംബം അവിടെ അവസാനിക്കൂല. നമ്മളെ കുടുംബങ്ങൾക്കൊന്നും അവിടെ മേൽവിലാസമില്ല, നമ്മുടെ തറവാടുകൾക്കൊന്നും അവിടെ മേൽവിലാസമില്ല. ഇവിടെ ഒരുപക്ഷെ കുടുംബബന്ധം ചേർത്തതിൻ്റെ പേരിൽ ആഖിറത്തിൽ അല്ലാഹ് പ്രതിഫലം തരും. നല്ല രൂപത്തിലാണെങ്കിൽ ആ തറവാട് ബന്ധം ആഖിറത്തിലെത്തുമ്പോൾ ഒരു മുന്നോട്ട് വെച്ച് പറയാൻ കഴിയൂല. അതേ സമയത്തൊരു കണ്ണിയിൽ പോലും ഒരാൾ പോലും കുടുങ്ങാത്ത രീതിയിൽ നല്ല പരിശുദ്ധന്മാരെ കൊണ്ട് പടുത്തുയർത്തിയ കുടുംബ ശൃംഖല ആഖിറത്തിൽ അവർക്ക് വലിയ സ്ഥാനം ഉണ്ട്. ഈ ഒരു ഹദീസ് കണ്ടിട്ടാണ്, എൻ്റെ കുടുംബത്തിൻ്റെ താഴ്വേര് മുറിയൂല എന്ന് കണ്ടിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം വിവാഹം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദത്തിനെയാണ്.
എന്തേ ആ വിവാഹത്തിന് കാരണം? എനിക്കിപ്പോ ഒരു ഭാര്യയിലേക്ക് ആവശ്യമുണ്ടായിട്ടല്ല. ഞാനൊരു ഹദീസ് കണ്ടു, കുല്ലു നസബിൻ വഹസബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമ ഇല്ലാ ഹസബി വനസബി. എല്ലാ തറവാട് ബന്ധവും അവിടെ നിലച്ചു പോകും, എല്ലാ കുടുംബ ബന്ധവും അവിടെ നിലച്ചു പോകും. എൻ്റെ കുടുംബ ബന്ധം മറ്റുപോകൂല, എൻ്റെ തറവാട് ബന്ധം മറ്റുപോകൂല. എനിക്ക് അറ്റുപോകാത്തൊരു കണക്ഷൻ ആഖിറത്തിൽ വേണം. ഇതാഗ്രഹിച്ചതാരാന്നറിയോ? ലോകത്ത് വലിയ പ്രശസ്തരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും അവിടെ സ്ഥലത്തില്ലാത്തപ്പോഴും ഈമാൻ വിളിച്ചു പറഞ്ഞ, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അബൂബക്കർ തങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്, ഉമർ തങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. തങ്ങൾ അവരുടെ ഈമാൻ ഏറ്റു പറയാൻ മാത്രം ശക്തിയുള്ള ഈമാനും ഹുബ്ബുമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആഖിറത്തിൽ എനിക്ക് കണക്ഷൻ മുറിയരുത്, എൻ്റെ നേതാവിനോട് എനിക്ക് കണക്ഷൻ വേണമെന്ന് പറഞ്ഞ് അഹ്ലു ബൈത്തിൽ നിന്ന് അവസാനം വിവാഹം ചെയ്തെങ്കിൽ, ഉപ്പമാരെ ഉമ്മമാരെ, മക്കളെ പാടിപ്പഠിപ്പിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയും അവിടുത്തെ കുടുംബത്തെ പറ്റിയുമാണ്. ഉമ്മമാരെ, ചെറിയ പെൺകുട്ടികൾ വളർന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. 29 വയസ്സ് മാത്രമല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. അത്രയും കൊല്ലക്കാലത്തെ ജീവിതം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ക്ഷമിച്ചത്, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹയാ കാണിച്ചത്, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണത്തിന്റെ ആദ്യരാത്രിയിൽ തന്നെ നിസ്കാരം നിർവഹിച്ചത്, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രാരാബ്ധത്തിലും ഭർത്താവിനോടൊപ്പം കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടിയത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ 2 കൈയും മലക്കിയിട്ടും മരച്ചിട്ടും തണർത്തിട്ടും അതേ പൊട്ടിയിട്ടും ചീറ്റിയിട്ടും കൈയിന് തണർപ്പ് വന്നിട്ടും ആ സുന്ദരമായ ശരീരത്തിൽ കേടുപാട് വന്നിട്ടും ദിക്റിന്റെ മധുരം കൊണ്ട് ആത്മീയ ഭാവം കൊണ്ട് അടിമകളെ സ്വീകരിക്കാതെ ദിക്റ് കൊണ്ട് മതിയാക്കിയ സംഭവം മക്കൾക്ക് പകർന്നു കൊടുക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് സ്വർഗത്തിലെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയസ്ഥരായ വനിതകളുടെ നേതാവാണ് മോളെ. ആ നേതാവിന്റെ പിന്നിൽ നിൽക്കണമെങ്കിൽ നല്ല ഹയാഓടെ ജീവിക്കണേ. ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഫാത്തിമ ബീവിയുടെ ശരീരം ഒരന്യപുരുഷൻ കണ്ടിട്ടേയില്ല. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത ഹയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഉത്തരവും അങ്ങനെയാണല്ലോ. ഫാത്തിമ, ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന്, ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും നല്ല ഖൈറായി കാണേണ്ട കാര്യം എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നത്, ഒരന്യപുരുഷൻ ഒരു പെണ്ണിനെ കാണാതിരിക്കലാണ്, ആ പെണ്ണ് അന്യപുരുഷനെയും കാണാതിരിക്കലാണ്. ഈ മറുപടി അങ്ങ് പറഞ്ഞപ്പോ മാറിലേക്ക് അണച്ചുകൂട്ടി പിടിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞില്ലേ, ബഅ്ലുഹാ മിൻ ബഅ്ലിൻ, ഇത് ചിലതിൽ നിന്ന് വന്ന ചിലത് തന്നെയാണ്. ഫാത്തിമത്തു ബളഅത്തും മിന്നീ ഫമൻ അഗ്ളബഹാ ഫഖദ് അഗ്ളബനീ. എൻ്റെ ഫാത്തിമ ബീവി ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഫാത്തിമ മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ എന്നെ വിഷമിപ്പിച്ചു പോയി. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പകർന്നു കൊടുക്കണം. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഭർത്താവായ അബുൽ ആസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന് സ്നേഹം നൽകിയത്, ആ സ്നേഹത്തിന്റെ പിൻബലത്തിൽ ഈമാൻ ലഭിച്ചത്, അതേ സ്വഹാബിമാരെ ലിസ്റ്റിൽ പെടാൻ കഴിഞ്ഞത്, ആ മധുരമായ സ്നേഹത്തിന്റെ കഥകൾ ഉമ്മമാരെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതെപ്പോ തുടങ്ങണമെന്നറിയുമോ? പെൺകുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലത്ത് ആ രീതിയിലാ പറഞ്ഞു കൊടുക്കേണ്ടത്. അവരാണല്ലോ ഏറ്റവും വലിയ താരങ്ങൾ, അവരാണല്ലോ ഏറ്റവും വലിയ നക്ഷത്രങ്ങൾ. സ്വർഗത്തിലെ സുന്ദരമായ സ്ഥാനത്തിരിക്കുന്ന മഹതിമാരെ വിട്ട് മറ്റൊരു വഴിയിലേക്ക് നമ്മൾ ചലിപ്പിക്കല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളുടെ ചരിത്രം പറയുമ്പോ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹിതമായ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മുടെ മക്കൾക്ക് ആ സ്വഭാവം അവരുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. എത്രമാത്രം വലിയ സ്ഥാനമാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്തിന്റെ അധികാരമുണ്ടായിട്ടും ഹസൻ റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞു കൊടുത്തല്ലോ. ഞാൻ കാരണമായിട്ടൊരു പ്രശ്നം ഇവിടെ വരരുത്. ആ ഹസൻ ഇബ്നു തങ്ങളെ പറ്റിയല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നബിനി ഹാദാ സയ്യിദുൻ ലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ. എന്റെ ഈ മോനൊരു നേതാവാണ്. ഇതൊരു സാധാ നേതാവല്ല. രണ്ട് വലിയ കക്ഷികൾ സംഘട്ടനത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ അവിടെ വിധി നിർണയിക്കുന്നത്, അവിടെ മസ്ലഹത്തായി കൂട്ടുന്നത് എന്റെ മകന്റെ വചനമാണ്. 40,000 ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ ബൈഅത്ത് ചെയ്യൂ. അപ്പുറത്ത് ബൈഅത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളെ ഞങ്ങൾ എതിർത്തേക്കാം. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ടേ വേണ്ട. എന്നെക്കാളും മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന് നബിതങ്ങളെ സ്വീകരിച്ച മഹാനാൻ. എൻ്റെ ഉപ്പയോട് എന്നെക്കാളും കൂടുതൽ കാലം ബന്ധപ്പെട്ട് ജീവിച്ച ആളാണ്. അതുകൊണ്ട് ഞാനും ആ ഭരണം അംഗീകരിക്കുന്നു. നിങ്ങളാരും പ്രശ്നമുണ്ടാക്കേണ്ട. എന്തൊരു സ്നേഹമാണ്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങളങ്ങനെ ജീവിക്കണം. ഹസൻ റളിയല്ലാഹു അൻഹു ഒരു കാരക്ക എടുത്ത് ഭക്ഷിക്കുമ്പോ അത് സ്വതക്കയിൽപ്പെട്ട കാരക്കയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവള് പിടിച്ചിട്ടത് തുപ്പിക്കുകയും, മോനെ ഇത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂല, ഇത് ജനങ്ങൾക്കുള്ള ചേറാണ്, അഴുക്കാണ്, അവർക്ക് കൊടുക്കാനുള്ള സക്കാത്തിന്റെ മുതലാണ്. നമ്മൾ സംശുദ്ധരാണ്, പരിശുദ്ധരാണ്. നമ്മളെ ശുദ്ധീകരണം അല്ലാഹുവിന്റെ മുറാദാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുത്ഹിറകും തത്ഹീറാ. ആ പരിശുദ്ധിയുള്ള ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട്, മോനെ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ തൊള്ളയിൽ നിന്ന് വായിൽ നിന്ന് നബി തങ്ങൾ കാരക്ക തുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ മിഠായും നീ എടുക്കരുത്, ഒരാളെ ഒരു 50 പൈസ പോലും എടുക്കരുത്, ഒരാളെ കയ്യിൽ നിന്നും ഇഷ്ടമില്ലാതെ ചെറിയൊരു മാങ്ങ പോലും നീ തട്ടിപ്പറിക്കരുത്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഇത് പകർന്നു കൊടുക്കണം. ഇതിൻ്റെ ഒരു കുറവിന്ന് നന്നായി കാണുന്നുണ്ട്. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് വെറുതെ പറയുകയല്ല, സങ്കടമാണ്. പ്രതികളായി ചേർക്കപ്പെടുന്നതിൽ ചെറിയ കുട്ടികളെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്.